ഇസ്രയേൽ കരയിൽ നിന്നും ആകാശത്തു നിന്നും ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ 50ഓളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. പി ജെയിംസ്, പശ്ചിമേഷ്യയിൽ സമാധാനം കെടുത്താനുള്ള നീക്കമാണ് ഇസ്രയേൽ ഓരോ ദിവസവും നടത്തുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സ്കേൻ. ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടോ പി ജെയിംസ്? നല്ല മഴയുണ്ട് സ്കേൻ. പക്ഷേ ജൂൺ 1-ാം തീയതി 2-ാം തീയതിയാണ് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ മഴ പെയ്യാറ്. ഇത്തവണ മഴയത്തിറങ്ങി നടക്കുന്ന നേച്ചർ ഉണ്ടോ? എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോ മഴയത്തിറങ്ങി നൃത്തം ചെയ്താൽ ആൾക്കാർ വട്ടാണെന്ന് പറയാം, അതുകൊണ്ട് ചെയ്യുന്നില്ല. അതാണ് പി ജെയിംസിന്റെ അടുത്ത് ഇപ്പോൾ മഴയുടെ ഒരു ഗന്ധം നമുക്ക് ഫീൽ ചെയ്യുന്നു. പുതുമഴയുടെ ഗന്ധം. ഓക്കെ. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇസ്രായേലിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഇസ്രായേലിന്റെ സൈന്യം ഇപ്പൊ ഞാൻ ഇന്നലെ ഇരച്ചു കയറി എന്ന് പറഞ്ഞപ്പോൾ ഇരച്ചു കയറാനൊന്നും ഇല്ലല്ലോ, അങ്ങോട്ട് കയറിയാൽ പോരെ, ആരും എതിർക്കുന്നില്ല. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. ഇസ്രായേല് വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും അങ്ങനെ ആഞ്ഞ് കയറുകയാണെന്ന് മാത്രമല്ല, 20 പേർ കൊല്ലപ്പെടുകയും കെട്ടിടങ്ങൾ തകർക്കുകയും ടാങ്കുകൾ വെച്ച് ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നു. ഒപ്പം ഈ മണിക്കൂറുകളിൽ അർദ്ധരാത്രിക്ക് ശേഷം നടന്നത് 50ഓളം പേര് കൊല്ലപ്പെട്ടു എന്ന പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഖാൻ യൂണിസിലാണ്. തെക്കൻ ഗസയിലെ ഖാൻ യൂണിസ് അവിടെ 2ാമത്തെ നഗരങ്ങളിലൊന്നാണ്. ആ ഖാൻ യൂണിസിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നിരിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ 3-4 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനും ഇടയിൽ പാലസ്തീനികൾ പലായനം ചെയ്തിരിക്കുന്നു. മൊത്തം പലായനം ചെയ്തവരുടെ സംഖ്യ ഏതാണ്ട് 8-10 ലക്ഷം വരും. അപ്പോൾ ആ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതീവ തീവ്രമായിട്ടുള്ള ആക്രമണമാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 600-ലേറെ പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഹമാസിനെയും കുറ്റപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഹമാസിന് ഇസ്രായേലി ബന്ദികളെ വിട്ടുകൊടുക്കാം, അവരത് വിട്ടുകൊടുക്കുന്നില്ല. വിട്ടുകൊടുത്താൽ ഒരു പക്ഷേ അവർ വിചാരിക്കുന്നത് അവർ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള ഒരു ആശങ്ക കൊണ്ടാവാം. പക്ഷെ അത് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിനൊരു ന്യായം കിട്ടിയിരിക്കുകയാണ് ആക്രമിക്കാനായി. അവർക്ക് എന്തോ രഹസ്യ വിവരം ലഭിച്ചു എന്നുള്ള പേരിലാണ് ഇസ്രായേൽ കരയിലൂടെ കയറുന്നത്. ഈ ഒരു സങ്കേതത്തിൽ ഈ 52 ഇസ്രായേലി ബന്ദികളുണ്ട് എന്ന അറിവിൽ നിന്നാണ് ഈ പെട്ടെന്ന് ഈ ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഞങ്ങൾ ഗസ പിടിച്ചടക്കും വരെ ഇനി യുദ്ധം തുടരും എന്നുള്ളതാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ എതിർക്കുകയാണ്. അതിൽ 3 രാജ്യങ്ങൾ ഒരു നയം മാറ്റം തന്നെ വരുത്തിക്കൊണ്ട് ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ, ഈ 3 വലിയ രാജ്യങ്ങൾ, അത് സ്വാഭാവികമായിട്ട് ഇസ്രായേലിൻ്റെ കൂടെ നിന്നിരുന്ന രാജ്യങ്ങളാണ്. അവർ നയം മാറ്റിയെന്ന് മാത്രമല്ല ഇസ്രായേലിനെതിരെ ഉപരോധം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫ്രാൻസും ബ്രിട്ടനും കാനഡയും. ഒപ്പം തന്നെ 22 രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അതിൽ കൂടുതലും യൂറോപ്യൻ രാജ്യങ്ങളാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. അവിടെ പട്ടിണിയാണ്, ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ എയ്ഡ് ജീവകാരുണ്യം കൊണ്ടുവരുന്ന ഇസ്രായേലി സൈന്യം തടഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കടത്തിവിടണം. അവർ പറയുന്നത് ഞങ്ങൾ തന്നെ വിതരണം ചെയ്തോളാം. ഇത് ശരിയല്ലെന്ന് 22 രാജ്യങ്ങൾ, ഇത് UN-ൻ്റെയും മറ്റ് പല രാജ്യങ്ങളുടെയും പണം കൊണ്ടുള്ള സഹായമാണ് എത്തിക്കുന്നത്. അത് ഞങ്ങൾ വിതരണം ചെയ്തോളാം എന്ന് ഇസ്രായേൽ പറയുന്നത് എന്ത് ന്യായമാണുള്ളത് എന്ന ചോദ്യം വരുന്നുണ്ട്. ഹൂതികൾ വീണ്ടും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അവർ ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുമെന്ന് പറയുന്നു. എന്തായാലും യുദ്ധം ഏകപക്ഷീയമാണെന്ന് ഉറപ്പാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗസ കീഴടങ്ങാതെ ഇനി പിൻവാങ്ങില്ലെന്നാണ് പറയുന്നത്. ഓക്കെ ജെയിംസ്, മറ്റൊരു കാര്യം, ഈ അമേരിക്കൻ പ്രസിഡന്റുമായി 2 മണിക്കൂർ നേരം ടെലിഫോണിൽ സംസാരിച്ചിട്ടും യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ നടത്താൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറാകുന്നില്ല. ഒരുപക്ഷെ എനിക്കിത് ചെയ്യാൻ കഴിയാതെ വന്നാൽ ഞാൻ ഈ മധ്യസ്ഥ ശ്രമത്തിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്യുന്നു. എന്തെങ്കിലും ഒരു ഇതിനകത്തൊരു ചേഞ്ച് ഉണ്ടാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞോ? 2 മണിക്കൂറാണ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ചത്. ഏത് ഭാഷയിലാണ് ട്രാൻസ്ലേറ്റേഴ്സും ഉണ്ടാവും. കാരണം വലിയ ഇംഗ്ലീഷൊന്നും അറിയാത്ത ആളാണ് പുടിൻ. എന്നാൽ നല്ല ഇംഗ്ലീഷ് അത്യാവശ്യം ഇതായിട്ട് നടക്കുന്ന ഷോമാനാണ്. കാരണം TV-യിൽ അവതാരകനായിരുന്നു ഡൊണാൾഡ് ട്രംപ് പണ്ട്. അദ്ദേഹം വലിയൊരു ഷോമാനാണ്. അവർ തമ്മിൽ 2 മണിക്കൂർ സംസാരിച്ചു. അദ്ദേഹം വൈറ്റ് ഹൗസിൽ സകല പ്രതാപങ്ങളോടും കൂടി ഇരുന്നാണ് സംസാരിച്ചത്. സ്വാഭാവികമായിട്ടും പുടിൻ സംസാരിക്കേണ്ടത് ക്രെംലിൻ കൊട്ടാരത്തിൽ നിന്നാണ്. പക്ഷെ അദ്ദേഹം റഷ്യയുടെ ബ്ലാക്ക് സീക്ക് അടുത്തുള്ള റിസോർട്ടിലിരുന്ന് സ്കൂൾ കുട്ടികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് 2 മണിക്കൂർ മാറി നിന്ന് ട്രംപിനോട് സംസാരിച്ചത്. അപ്പോൾ അത്രയും പ്രാധാന്യമാണ് പുടിൻ കൊടുത്തിട്ടുള്ളൂ എന്നുള്ള തരത്തിൽ മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പുടിൻ പറഞ്ഞു ഇതൊക്കെ ആണെങ്കിലും ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറല്ല. പുള്ളി പറയുന്നത് നാറ്റോ സഖ്യം വികസിപ്പിക്കുന്നതിനെതിരെയാണ് ഞാൻ യുദ്ധം ആരംഭിച്ചത്, അതിനൊരു തീരുമാനമായിട്ടില്ല, അതുകൊണ്ട് യാതൊരു തരത്തിലും പറ്റില്ല എന്ന് മാത്രമല്ല തങ്ങൾ പിടിച്ചടക്കിയ ഉക്രൈൻ്റെ 20% സ്ഥലം
അത് റഷ്യക്ക് വിട്ടുകൊടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അത് ഒരു തരത്തിലും ഉക്രൈൻ കീഴടങ്ങാൻ തയ്യാറല്ല. വ്ളോഡിമിർ സെലൻസ്കി കടുത്ത നിലപാടിൽ നിൽക്കുകയാണ്. അതിനിടയിൽ യൂറോപ്യൻ നേതാക്കൾ, പ്രത്യേകിച്ച് ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും ഇറ്റലിയും, അതിൻ്റെ 4 നേതാക്കൾ ഇന്നലെ പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കുന്നു. ഉപരോധം ഏർപ്പെടുത്തണം റഷ്യക്കെതിരെ എന്ന വാദഗതിക്കാരാണ്. പക്ഷേ ഇപ്പോൾ അവസാനം ട്രംപ് ഏതാണ്ട് തൽക്കാലം പിന്മാറുകയാണ്. ട്രംപിന് മനസ്സിലായി ഇത് കാര്യം അത്ര എളുപ്പമല്ല. ഞാൻ വന്നാൽ ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞാൽ ട്രംപിന് ഇതൊന്നും നടക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇനി ഉക്രൈനും റഷ്യയും നേരിട്ട് ചർച്ച നടത്തട്ടെ, ഞാൻ തൽക്കാലം പിന്മാറുകയാണ്. ഒരു കാര്യം കൂടി ട്രംപ് പറഞ്ഞിട്ടുണ്ട് SKN, വത്തിക്കാൻ ഇതിൽ ഇടപെടട്ടെ. വത്തിക്കാനിലെ പോപ്പിൻ്റെ അവിടെ വെച്ച് ചർച്ച നടത്തുന്നതിൽ വിരോധമില്ല. കാരണം അമേരിക്കക്കാരനാണ് പോപ്പ് എന്നുള്ള ചിന്തയിലായിരിക്കും ഒരു പക്ഷേ. അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലോ തുർക്കിയിലോ ചർച്ച നടക്കട്ടെ, എന്നാൽ അവർ നേരിട്ട് ചർച്ച നടത്താതെ പ്രശ്നങ്ങൾ തീരില്ല എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുക്രൈൻ യുദ്ധം പെട്ടെന്ന് തീരാനുള്ള സാധ്യത കാണുന്നില്ല SKN. ഓക്കെ, ബി ജെയിംസ്, ഇനി വിദേശ വാർത്തകളുമായി നമുക്ക് നാളെ സന്ധിക്കാം.